ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. അങ്ങനെ ബ്രേക്കിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ക്ലീൻ ഷീറ്റോടു കൂടിയുള്ള ഒരു മികച്ച വിജയമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ്.സിക്കെതിരെ നേടിയെടുത്തത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേരള ബ്ലാസ്റ്റേഴ്സ് 4-2-3-1 എന്ന ഫോർമേഷനിലാണ് ഈ മാച്ചിൽ ഇറങ്ങിയത്. ഗോൾ കീപ്പിംഗ് സോംകുമാറിന് പകരം സച്ചിൻ സുരേഷ് തിരിച്ചെത്തി. അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും, സെൻട്രൽ ബാക്കുമാരായി മിലോസ് ട്രിൻസിച്ചും ഒപ്പം ഒപ്പം ഹോർമിപ്പാമുമായിരുന്നു ഉണ്ടായിരുന്നത്. ഡിഫൻസീവ് മിഡ്ഫീൽഡറായി മലയാളി താരം വിപിൻ മോഹനും, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി ഉറുഗ്വൻ താരം അഡ്രിയാൻ ലൂണയും, സെൻട്രൽ മിഡ്ഫീൽഡറായി ഡാനിഷിന് പകരം ഫ്രെഡിയാണ് 11ലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിൽ നോസദോയും റൈറ്റ് വിങ്ങിൽ കോറോയും സെൻട്രൽ ഫോർവേഡായി ജീസസ് ജിമിനസുമാണ് മത്സരത്തിൽ ഇറങ്ങിയത്. ചെന്നൈയിൻ എഫ്.സി മുന്നത്തെ മത്സരങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. എനിക്ക് തോന്നുന്നു ഹൈദരാബാദുമായുള്ള മത്സരത്തിന്റെ ഉള്ള ഡിഫൻസീവ് മിസ്റ്റേക്ക് എല്ലാം ഈ മത്സരത്തിൽ വരുമ്പോൾ നല്ല രീതിയിൽ അത് ശരിയായി വരുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് നല്ല രീതിയിൽ ഡിഫൻസ് സ്ട്രോങ് ആയിട്ടാണ് ഈ മത്സരത്തിൽ പെർഫോം ചെയ്തത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ പൂവർ ഡിഫെൻഡിങ് ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ നല്ല മികച്ച പ്രകടനമാണ് ഡിഫൻസ് നിര കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് വരുമ്പോൾ ഉറുഗ്വൻ താരം അഡ്രിയാൻ ലൂണ തന്റെ പഴയ ഫോമിലേക്ക് മെല്ലെ തിരിച്ചു വരുന്നു എന്നുള്ള സൂചനയാണ് ഈ മത്സരത്തിൽ അഡ്രിയാൻ ലൂണ നൽകുന്നത്. കാരണം വളരെ മികച്ച മുന്നേറ്റങ്ങളും വളരെ മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അഡ്രിയാൻ ലൂണ. അതുപോലെ തന്നെ നോഹസദോയുടെ പല മികച്ച മുന്നേറ്റങ്ങളും ഈ മത്സരത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചു. വളരെ മികച്ച അവസരങ്ങൾ നോഹസദോയ് പ്ലേയേഴ്സിന് വെച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു താരം കോറോ സിംഗ്. വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരമാണ് കോറോ സിംഗ്. പക്ഷെ കോറോ സിംഗ് 17 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കണ്ടാൽ ഒരു എക്സ്പീരിയൻസ് താരം കളിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട താരം എന്ന് പറഞ്ഞാൽ നവോച്ച സിംഗ്. നമുക്കറിയാം, കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു ഇന്ത്യൻ താരങ്ങളിൽ കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്യുന്ന ഒരു താരം നവോച്ച സിംഗ് മാത്രമാണ്. എല്ലാ മത്സരത്തിലും ഒരേ പ്രകടനം ഒരേ ഫോമിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് നവോച്ച സിംഗ്. ഈ മത്സരത്തിലും വളരെ മികച്ച പ്രകടനമാണ് നവോച്ച സിംഗ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ വിപിൻ മോഹൻ വളരെ മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. കാരണം 1-on-1 സിറ്റുവേഷനിൽ ഫോറിൻ ഡിഫൻഡേഴ്സ്, അതുപോലെ തന്നെ ഓപ്പോണന്റ് ഭാഗത്തുനിന്നും ഫോറിൻ പ്ലേയേഴ്സ് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ വരുമ്പോൾ വളരെ നിസ്സാരമായാണ് അവരെ കബളിപ്പിച്ച് മുന്നിലേക്ക് പോകുന്നത്. വിപിൻ മോഹൻ വളരെ സിമ്പിളായാണ് ഫോറിൻ താരങ്ങളെ മറികടന്ന് നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത്. വിപിൻ മോഹന് വളരെ മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിൽ വിപിൻ മോഹന് വളരെ വലിയ പങ്കുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക അവസരങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നതിൽ വളരെ മികച്ച പങ്ക് തന്നെ വിപിൻ മോഹനുണ്ട്. ജീസസ് ജിമിനസിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോറോ സിംഗിന്റെ അസിസ്റ്റിലൂടെയാണ് ജീസസ് ജിമിനസ് ഗോൾ സ്കോർ ചെയ്തത്. അതിനുശേഷം തുടർച്ചയായ അറ്റാക്കുകൾ ചെന്നൈയെ
ചെന്നൈയുടെ ഡിഫൻസിനെ വല്ലാതെ പ്രഷറിലാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. തുടർച്ചയായ അറ്റാക്കിനൊടുവിൽ നോഹ സദോയ് അഡ്രിയാൻ ലൂണയുടെ ഒരു മുന്നേറ്റം കോറോ സിംഗിലൂടെ കോറോ സിംഗിന്റെ വക നോഹ സദോയ്ക്ക് ഒരു പാസ്. ആ പാസ് തക്കമായ രീതിയിൽ മുതലെടുത്തുകൊണ്ട് നോഹയുടെ ഫസ്റ്റ് ടൈം ഫിനിഷ്. കോറോന്റെ ഒരു മികച്ച എനിക്ക് തോന്നുന്നു കോറോന്റെ ഒരു മികച്ച അസിസ്റ്റാണ് ഈ മത്സരത്തിൽ നേടിയെടുത്തത്. അതുപോലെ നോഹ സദോയ് കുറച്ച് മത്സരങ്ങൾ പരിക്കിന്റെ പ്രശ്നം കൊണ്ട് പുറത്തിരുന്നെങ്കിലും വളരെ മികച്ച തിരിച്ചുവരവാണ് ഈ മത്സരത്തിൽ നോഹ സദോയ് നടത്തിയത്. പിന്നെ ഞാൻ എടുത്തു പറയേണ്ടത് കാര്യമില്ലല്ലോ, ജീസസ് ജിമിനസിനെ കുറിച്ച്. കണ്ടിന്യൂസ് ആയി സ്കോർ ഇപ്പോൾ നടന്ന കളിയിൽ ചെന്നൈയിൻ എഫ് സിയും അതിന്റെ മുന്നേ നടന്ന മത്സരങ്ങളിലെല്ലാം കണ്ടിന്യൂസ് ആയി സ്കോർ ചെയ്യുന്ന ഒരു താരമാണ് ജീസസ് ജിമിനസ്. പിന്നെ ജീസസ് ജിമിനസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെറിയ അവസരങ്ങൾ വരെ മുതലാക്കുവാൻ കഴിവുള്ളൊരു താരം കൂടിയാണ് ജീസസ് ജിമിനസ്. അദ്ദേഹത്തിന്റെ സ്കിൽസിലൂടെയും ഡ്രിബിളിംഗ് സ്കിൽസിലൂടെയും പലതവണയും ഓപ്പോണന്റ് ഡിഫൻസിനെ ബീറ്റ് ചെയ്ത് കയറുന്ന കാഴ്ച നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട്. അത് തക്കതായി സഹതാരങ്ങളുടെ പാസ് കൃത്യമായി മുതലെടുത്ത് ഗോൾ സ്കോർ ചെയ്യാൻ കഴിവുള്ള ഒരു താരം കൂടിയാണ് ജീസസ് ജിമിനസ്. അദ്ദേഹവും ഈ മാച്ചിൽ വളരെ മികച്ച പ്രകടനമാണ് അദ്ദേഹത്തിൽ നിന്നും കാണാൻ സാധിച്ചത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം സച്ചിൻ സുരേഷ്. വളരെ നാളുകൾക്ക് ശേഷമാണ് സച്ചിൻ സുരേഷ് 11ലേക്ക് തിരിച്ചെത്തുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വിചാരിച്ചത് സച്ചിൻ സുരേഷ് കുറച്ചു കാലം പരിക്കിന്റെ പിടിയിലായതുകൊണ്ട് കുറച്ചു കാലം മാറി നിൽക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഫോം ഔട്ട് ആവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനത്തെ യാതൊരു പ്രശ്നവും സച്ചിൻ സുരേഷിൽ നിന്നും കണ്ടില്ല. വളരെ മികച്ച പ്രകടനമാണ് സച്ചിൻ സുരേഷ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു സച്ചിൻ സുരേഷ് അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ വലിയൊരു കോൺഫിഡൻസ് സച്ചിൻ സുരേഷിന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ക്ലീൻ ഷീറ്റോടുകൂടിയുള്ള വിജയമാണ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിച്ചത്. സച്ചിൻ സുരേഷിന്റെ കാര്യം മാത്രമല്ല, എല്ലാ പ്ലേയേഴ്സും, ഈവൻ ഇന്ത്യൻ പ്ലേയേഴ്സ് ആയാലും ഫോറിൻ പ്ലേയേഴ്സ് ആയാലും എല്ലാ പ്ലേയേഴ്സിനും നല്ലൊരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും ഈ മാച്ചിൽ. വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ നല്ലൊരു കോൺഫിഡൻസ് ഹോൾ ടീമിൽ നിന്നും നല്ലൊരു കോൺഫിഡൻസ് അടുത്ത മത്സരത്തിൽ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നുള്ള കാര്യം ഷുവറാണ്. അതുപോലെ രാഹുൽ കെ പി, പിന്നെ പറയേണ്ട താരം രാഹുൽ കെ പി സൂപ്പർ സബ്ബായി മാറുന്ന ഒരു കാഴ്ചയാണ് രാഹുൽ കെ പിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത്. രണ്ടാം പകുതിയിൽ കോറോ സിംഗിന് പകരം രാഹുൽ കെ പി സബ്ബായി വന്നതും വളരെ മികച്ച മുന്നേറ്റത്തിനൊടുവിൽ നോഹ സദോയുടെ അസിസ്റ്റിൽ വളരെ മികച്ച ഒരു ഗോൾ തന്നെയാണ് രാഹുൽ കെ പി നേടിയത്. അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് വല്ലാത്ത രീതിയിൽ വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതുപോലെ തന്നെ കോറോ സിംഗിന് പകരം വന്ന ഫ്രെഡി ലാൽമാവിക്ക് പകരം വന്ന ഡാനിഷ് ഫറൂഖ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡീസന്റ് ആയ ഒരു പ്രകടനം തന്നെയാണ് ഡാനിഷ് ഫറൂഖ് ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. കുറച്ച് സമയം മാത്രമേ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ എങ്കിൽ കൂടെയും വളരെ മികച്ച പ്രകടനം എന്നല്ല, അത്യാവശ്യം ഡീസന്റ് ആയ ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിൽ നിന്നും കാണുവാൻ സാധിച്ചത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ആദ്യമായിട്ടാണ് ക്ലീൻ ഷീറ്റോട് കൂടിയുള്ള ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. സോ അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് വളരെ മികച്ച ഈ മത്സരത്തോടുകൂടി നല്ല കോൺഫിഡൻസ് എല്ലാ പ്ലേയേഴ്സിലും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഷുവറാണ്.
ആ കോൺഫിഡൻസോട് കൂടി വേണം നമ്മൾ അടുത്ത മത്സരം ഗോവയ്ക്കെതിരെ ഇറങ്ങാൻ. സോ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എനിക്ക് മത്സരങ്ങൾ കണ്ടിട്ട് ഇത്രയൊക്കെയാണ് ഇതിൽ നിന്നും എനിക്ക് മത്സരം വീക്ഷിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യങ്ങളും ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ മത്സരങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. സോ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.